First king and second king. കഞ്ചാവൂട് കള്ളു പിടിച്ച് വണ്ടി അടിച്ച് ഒരു കുഴപ്പമില്ല പിന്നെ കാരണം ഇവിടെ അടുത്ത ആൾക്കാർ കഞ്ചാവ് അടിച്ച് വണ്ടി ഓടിക്കുന്നു. റംബാറിലേക്ക് ക്ഷണിക്കണേൻ്റെ ഒരു സെറ്റപ്പ് ആണ് നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് സെക്സ് 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 അല്ലേ ബോബ് മാറില്ലാണ്ടേ എന്തുട്ട് ജമൈക്ക നമ്മുടെ നാട്ടില് 30-32 എന്നൊക്കെ പറഞ്ഞ പോലെ ഇല്ലട്ടാ ഇവിടെ 50-60 സൈസ് ഇട്ടാ വണ്ടി ഇവിടെ ഇന്ത്യക്കാർ തുടങ്ങിയ പരിപാടി കരിമ്പിൾ തുടങ്ങിയ നമ്മുടെ നാട്ടുപ്രദേശത്തൂടെ പോണ പോലെ അല്ലേ ശരിക്കും പറഞ്ഞ അമ്പലക്കുളങ്ങൾ പോലെ ചാട്ടം ചാടി കുളിക്കാൻ തോന്നണ്ടാ കഞ്ചാബി കഞ്ചാ വെൽക്കം ടു ജമൈക്ക ട്രാവലിസ്റ്റയുടെ ജമൈക്കൻ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജമൈക്കയിലൊക്കെ ഒന്ന് ജാതി ലെവൽ പിടിച്ചിരിക്കട്ടാ. നമ്മളിനി ബോബ് മാർലിലും റേഞ്ചിലും മാത്രമേ കളിയുള്ളൂ. കഞ്ചാവ് വിട്ടിട്ട് കളിയില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ഒഫീഷ്യലി ആദ്യത്തെ ദിവസം നമ്മൾ സിറ്റി ടൂറും സംഭവങ്ങളൊക്കെ നടത്തി. ഇന്ന് നമ്മൾ ജമൈക്കയുടെ ഗ്രാമക്കാഴ്ചകളിലേക്ക് പോവാം. ഇവിടുത്തെ ഗ്രാമക്കാഴ്ചകൾ, ആൾക്കാരുടെ ജീവിതം, രാസ്താമാരുടെ ജീവിതം, ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഒക്കെ ആയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ ഇനി തുടങ്ങാൻ പോണത്. അപ്പോൾ ചേട്ടാ എന്തൊരു തുടങ്ങണ്ടേ? ഇവിടെ തുടങ്ങണം നമുക്ക്. പകുതി ലൈനിലേക്ക് മാറി ജമൈക്കനായിട്ട് മാറ്റി. പഴയ വഴിയാണ്. മൊത്തം ഗ്രാമത്തിൽ കൂടി വഴി പോകുന്നത്. ഒക്കെ ഗ്രാമത്തില് നല്ല ആംബിയൻസ് ആണ്, നല്ല വൈസാണ്. നമ്മുടെ കേരളം തന്നെ മിനി കേരളം. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സൗത്ത് സൈഡ് ഓഫ് ജമൈക്കയുടെ ഒരു സിറ്റിയാണ് കിങ്സ്റ്റൺ. ജമൈക്കയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള കിങ്സ്റ്റണിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിറങ്ങിയത്. അതുപോലെ മുകളില് ജമൈക്കയുടെ നോർത്ത് സൈഡില് മോണ്ടിഗോബെ എന്നല്ല പേര്, മോണ്ടിഗോബെ എന്ന് പറഞ്ഞിട്ട് എയർപോർട്ട് ഉണ്ട്. അവിടേക്കും ഒരുപാട് ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ UK നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കിങ്സ്റ്റൺ എന്ന സ്ഥലത്തിന്. കിങ്സ്റ്റണിൽ നിന്ന് വീണ്ടും നമ്മൾ ഈ രാജ്യത്തിന് ഒന്ന് ക്രോസ് ചെയ്തിട്ട് പോണ സ്ഥലത്തിന്റെ പേര് ഒച്ചോറിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. അപ്പൊ ജമൈക്കൻ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമൈക്കയിൽ താമസിക്കുന്നത് ഏകദേശം നമ്മുടെ കേരളത്തിന് എത്ര ആൾക്കാരില്ലെങ്കിലും ഏകദേശം 30 ലക്ഷം ആൾക്കാർ, 3 മില്യൺ ആൾക്കാരിനെ ഇവിടെ ജീവിക്കുന്നത്. കേരളത്തിന്റെ 1/3 അല്ലെങ്കിൽ 1.25 ശരിക്കും ജമൈക്ക എന്ന ഈ കരീബിയൻ ഐലൻഡിന്റെ വലുപ്പം. കരീബിയൻ ഐലൻഡിലത്തെ 3ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ജമൈക്ക. ആദ്യം ക്യൂബ, രണ്ടാമത്തെ ഹൈറ്റി ആൻഡ് ഡൊമിനിക് റിപ്പബ്ലിക് എന്ന ആ 2 രാജ്യങ്ങൾ കൂടിയുള്ള ഐലൻഡ്. 3ാമത്തെ ഏറ്റവും വലിയ ഐലൻഡാണ് നമ്മുടെ ജമൈക്ക. ജമൈക്ക എന്ന് പറഞ്ഞ എല്ലാ യൂത്തമാരുടെയും ഹീറോ ആയിട്ടുള്ള ബോബ് മാർലി, ക്രിക്കറ്റ് കളിക്കാരായ എല്ലാവരും എന്താ പറയുക, ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. ബ്രെയിൻ ലാറ മുതൽ ക്രിസ് ഗെയിൽ മുതൽ ഒരുപാട് കളിക്കാർ ഇവിടെ ജമൈക്കൻസ് ഉണ്ട്. പിന്നെ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് കഴിഞ്ഞ എപ്പിസോഡൊക്കെ നമ്മൾ ക്രിക്കറ്റിന്റെ ബേസ് ചെയ്തുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പോയി കാണണം. അപ്പം നമ്മൾ ഈ ജമൈക്ക എന്ന് പറഞ്ഞ ഈ രാജ്യത്തിനെ അടിക്കാൻ പോണ്, ട്രാവലിസ്റ്റ് വെർഷനിൽ അടിക്കാൻ പോണ്. നമ്മുടെ ഇവിടെ കട്ടയ്ക്ക് കണ്ണൻ ചേട്ടനുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പൊളിക്കാൻ പോകുന്ന ദിവസം നമ്മൾ പോണ വഴിക്ക് ഒരു സ്ഥലത്ത് ഇൻട്രോ പറഞ്ഞ രാവിലെ നമ്മൾ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് പോകുന്നു. ഇവിടുത്തെ ഹൈവേ ഒക്കെ ക്രോസ് ചെയ്ത് നമ്മളിവിടെ എത്തി. ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു സ്ഥലത്തെപ്പോഴാണ് നമുക്ക് മനസ്സിലായ ഇവിടെ നിന്നിട്ടാണ് ഇൻട്രോ പറയണത്. ഇതിനു മുമ്പിൽ ഇൻട്രോ പറഞ്ഞില്ലെങ്കിലേ ഇതൊരു മിസ്സിംഗ് ആയിരിക്കും. കാരണം ചേട്ടാ അതെന്താ സംഭവം? ഇതെന്താണെന്നറിയോ? ഇതാണ് ജമൈക്കയുടെ നാഷണൽ ഫ്രൂട്ട് അക്കി. അക്കി ബ്രേക്ക്ഫാസ്റ്റ് വരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അക്കി ആൻഡ് സോൾട്ട് ഫിഷ്. ഓക്കെ, ഇവരുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അക്കി ആൻഡ് സോൾട്ട് ഫിഷ് ആണ്. മെയിൻ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അത് ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ഫുഡാണ്. അതും ഈ പറഞ്ഞ ജമൈക്കൻ അത്ലറ്റിക്സിന്റെ ഒരു അല്ലെങ്കിൽ ഓട്ടക്കാരുടെ ഒരു എനർജിയാണ്, എനർജിക്കുള്ള സാധനമാണ്, ഏറ്റവും വലിയ സാധനമാണ്. എല്ലാ എനർജിക്കും. പിന്നെ ഇത് കുക്ക് ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം. ഇത് ഇതിന്റെ ഉള്ളിൽ നിൽക്കണ സാധനം. ഇതാണ് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നത്. പിന്നെ അതിന് പറയേണ്ട കാര്യം ഇത് ആദ്യം പോലെ കാണിക്കണം. കൂടെ നമ്മുടെ ചേച്ചിമാരിക്കുന്നുണ്ട്. ഹലോ, ഒരു ഫ്രണ്ട്ലി ഉണ്ട് എന്തൊക്കെയാലും. ഇതാണ് അക്കി. ഈ സാധനം പഴുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ കായായിട്ട് നിൽക്കും. ഇങ്ങനെ കായായിട്ട് നിൽക്കും. ഈ സാധനം മൂത്ത് കഴിയുമ്പോൾ തന്നെ പൊട്ടും. ഇങ്ങനെ പൊട്ടി വരും. ഇങ്ങനെ പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിനകത്തെ സാധനം അടിപ്പാകാൻ കാണുന്നത് ഇത്. ഈ പൊട്ടി വരുമ്പോൾ ഇങ്ങനെ ഈ കായും കറുത്ത കായും ഈ മഞ്ഞ സാധനം വരും. ഈ മഞ്ഞ സാധനമാണ് നമുക്ക് കറി വെക്കേണ്ടത്. ഇതിനുള്ളിലത്തെ മഞ്ഞ സാധനം. പിന്നെ ഒരു പ്രത്യേകത, ഈ സാധനം മൂത്ത് പൊട്ടാതെ എടുത്ത് കുക്ക് ചെയ്താൽ ഭയങ്കര പോയിസൺ ആണ്. ആള് മരിച്ചു പോകും. ഇത് പൊട്ടിയാൽ മാത്രമാണ് ഈ ഫ്രൂട്ട് കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ നാട്ടിലത്തെ കശുമാങ്ങയില്, കശുമാങ്ങയുടെ ഒരു വലിപ്പത്തിലുണ്ടാവുന്ന ഒരു സംഭവം, അതിന്റെ ഉള്ളിലത്തെ നമുക്ക് കാണാം ഒരു കുരു കാണാം. ആ കുരു കഴിക്കരുത്, ബാക്കിയൊന്നും കഴിക്കരുത്. ഇതിന് മേലെ നിൽക്കുന്ന ആ ബട്ടർ ബോൾ സാധനമല്ലോ, ആ ബട്ടർ പോണ സാധനവും സാൾട്ട് ഫിഷും അല്ലേ? നമ്മുടെ ഉണക്കമീൻ അല്ലേ? ചീര ചേർത്ത് കഴിക്കാം, ചീര മിക്സ് ചെയ്ത് കഴിക്കും, കുക്ക് ചെയ്ത് കഴിക്കും. ഭയങ്കര ഫേമസ് ആയ
സംഭവമാണ്. നമ്മള് ജമൈക്കയിൽ വരുമ്പോ എടുത്തു പറയാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തന്റിക് ആയിട്ടുള്ള ഫുഡ് അമേരിക്കൻ കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ പെറുവിനൊപ്പം തന്നെ ജമൈക്കയ്ക്കും ഒരുപാട് സ്ഥാനം ഉണ്ട് കേട്ടോ. ഇവർക്ക് ഇവരുടേതായ ഇഷ്ടംപോലെ ഭക്ഷണങ്ങളുണ്ട്. നമ്മുടെ ഈ സീരീസിൽ ഭക്ഷണത്തിന് തന്നെ ഒരു എപ്പിസോഡ് 2 എപ്പിസോഡൊക്കെ പോട്ടാ. അപ്പോൾ നമുക്ക് അക്കി കണ്ടുകൊണ്ട് തുടങ്ങാം. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ഈ ബട്ടർ ബോൾ സാധനം കണ്ടോ, ഇതാണ് ഇവരുടെ ഈ പറഞ്ഞ സാധനം കേട്ടോ. ഇതിനൊക്കെ എന്ത് ഉറുപ്പ്, ഒരു കിലോന് എന്ത് ഉറുപ്പ് വരും എന്ന് ചോദിച്ചാൽ ഡസനാണ്. ഇത് ഒരു ഡസന് എടുക്കണതല്ലേ, ജമൈക്കൻ ഡോളർ. അപ്പോൾ നാട്ടിൽ 200 രൂപ ഒരു ഡസന്. അപ്പോൾ 12 എണ്ണത്തിന് 200 രൂപ. അന്നേരം അത്യാവശ്യം കോസ്റ്റ്ലി തന്നെയാണല്ലേ. അതെ 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 അതെ. ഷാപ്പ് ഷാപ്പ് റസ്ത. അപ്പോൾ മിക്ക സാധനം എടുക്കണത് നമുക്ക് കാണാം കേട്ടോ. അതെ, സിമ്പിളായിട്ട് പറിച്ചെടുക്കണോ. ബാക്ക്ഗ്രൗണ്ട് റീൽസ് എടുത്തിട്ട് പൊരിക്കുന്നത് സമ്മിച്ചിട്ടാ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുത്ത് കളയണല്ലേ. യു നെവർ യൂസ് ദിസ് വൺ ബോൾ റൈറ്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മുടെ ഒരു ഹാർട്ടിന്റെ ഷേപ്പില്ലേ, നോക്കിയാ ഹാർട്ട്, ശരിക്കും ഹാർട്ടിന്റെ ഷേപ്പ് ഇട്ടാ ഞാൻ നോക്കുമ്പോൾ. അങ്ങനെ നമ്മള് ജമൈക്കൻ കാഴ്ചകൾ തുടക്കം തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ട് നമുക്ക് തുടങ്ങണം കേട്ടോ. എന്തായാലും ഈ കാടും മലയൊക്കെ താണ്ടി നമ്മൾ പോവാട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു വാഗാമരത്തിൻ്റെ താഴെയാണ് നമ്മൾ ഇൻട്രോ പറഞ്ഞിട്ടോ. നമ്മുടെ നേരെ മുമ്പിൽ ഒരു വാഴത്തോപ്പാണ്. നമ്മളിവിടുത്തെ നാടന്നെ, ശരിക്കും നാടന്നെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ ഉണ്ടല്ലോ പാമ്പില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ, അത് പിന്നെ പറയാം, ഒരു രഹസ്യമാടാ. അതിപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ കണ്ടൻറ്റായിട്ട് എടുക്കുമ്പോൾ നമുക്ക് പറയാട്ടോ. വലിയൊരു വാഴത്തോപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടക്കണത്. വലിയെന്ന് പറയാനല്ല, ചെറിയ സംഭവം ഉള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. ഇവിടുത്തെ വാഴയുടെ ഇലയുടെ ഒക്കെ കളർ കണ്ട സംഭവം സൺലൈറ്റിൽ നിന്ന് കിട്ടണ ഒരു പച്ചയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു വാഴത്തോപ്പിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടാത്ത പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞോളൂ. എന്തൊരു പ്രത്യേകത, സൺലൈറ്റിൻ്റെ ആണോ പ്രകൃതിയുടെ ആണോ എന്ന് അറിയില്ല കേട്ടോ. ചെറിയ വാഴക്കുഴി കിട്ടിട്ടൂടാ. അപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ ഇവിടെ ചെറിയൊരു പുഴ, ചെറിയൊരു നദി ഒഴുകിക്കൊണ്ടിരിക്കട്ടാ. ആഹാ, ജമൈക്കൻ നദി കേട്ടോ. സൈലൻ്റായിട്ട് കിടക്കടാ, നമ്മൾ കണ്ടില്ല കേട്ടോ. ഇങ്ങനെ ആഴൊക്കെ നല്ല ആഴണമെന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ കളർ കണ്ട ഈശോ, ഞാൻ പേടിച്ചു, വില പുഴുവാന്ന് വിചാരിച്ചു പെട്ടെന്ന്. സാൻഡമൻ നമ്മുടെ നാട്ടിൽ ചെളിയുടെ കളറല്ലേ, ഇവിടെ കണ്ട ഫുൾ പച്ചപ്പ് കളറാണെങ്കിൽ കടലിൽ നിന്ന് വരുന്ന വെള്ളമാണ്. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും ഇവിടുത്തെ ലൈറ്റിങ്ങും സംഭവങ്ങളും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ കൺസെപ്റ്റ് ആണെങ്കിലും എന്തോ ഒരു ലൈറ്റിങ്ങിലൊരു വ്യത്യാസമുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെ കേട്ടോ. നോക്കിയാൽ വാഴകളൊക്കെ ഫുള്ള് കൊലയ്ക്കാനുള്ള ഒരു പരിപാടിയിൽ നിൽക്കട്ടോ. ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഉണ്ടല്ലോ, നമ്മളിവിടുത്തെ ലോക്കൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനും കുക്കിംഗ് എന്താണ്, എങ്ങനെ ഒരു കുക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ജെർച്ചിക്കനൊക്കെ വന്നിട്ടുണ്ട്, ജമൈക്കൻ ജെർച്ചിക്കൻ ആലുവയിൽ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു, എനിക്ക് അറിയില്ല അതിനെ പറ്റിയിട്ട്. ഉണ്ടെന്ന് പറഞ്ഞു ഇവരെടുത്താരോ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കൾച്ചർ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയൊരു ബിസിനസ് സാധ്യത കൂടിയാട്ടോ. ഇവിടുത്തെ ഫുഡുകളൊക്കെ നമ്മൾ 1-2 എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. വലിയൊരു വാഗാമരത്തിൻ്റെ കീഴിൽ നിന്നിട്ടാണ് നമ്മൾ ഇൻട്രോ പറഞ്ഞത്. നമ്മൾ പോവാണ്, എന്നാൽ ബൈ പോവാം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കട്ടോ. അപ്പുറത്ത് 2 സൈഡും ഫുൾ പച്ചപ്പെട്ടോ. പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ നാട്ടിൽ മൂന്നാർക്കൊക്കെ പോണ പോലത്തെ ഒരു അല്ലേ ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഹിൽ റോഡ് പോലെ മലയല്ല, ഫ്ലാറ്റ് റോഡാണ്, പഴയ വഴിയാണ്. ഒരു ചെറിയൊരു നദി റൈറ്റ് സൈഡിൽ ഓടുണ്ടല്ലേ. ബോഗ്വാക്ക് റിവർ. ഓക്കെ, ബോഗ്വാക്ക് റിവർ എന്നാണ് അതിൻ്റെ പേര്. വേറെ എന്താ പറയുക, ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുകൊണ്ട് ഒരു ചെറിയൊരു ഹൈറ്റ് വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ നാട്ടിൽ യാത്ര എങ്ങനെയാണോ യാത്ര ചെയ്യണം അതേപോലത്തെ ക്ലൈമറ്റും അതേപോലത്തെ റോഡ് കുണ്ടും കുഴിയൊക്കെയുണ്ട്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഏകദേശമൊക്കെ തന്നെയാണ്. പക്ഷേ വണ്ടികൾ വരുമ്പോൾ മാറ്റം വന്നിട്ടാ. ജമൈക്ക എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കയറി വരുന്നതിനുള്ള അതിൻ്റെ തല കൊണ്ടുപോലും പക്ഷെ മരം കൊണ്ടുപോലും അല്ലേ, മുകളിൽ കയറിയിരിക്കാട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടികൾ ക്രോസ് ചെയ്യുന്ന പോലെ നോക്കിയാൽ ജമൈക്കൻ പാലം എന്ന് പറഞ്ഞാൽ അത്ര ഒരു സേഫ്റ്റി ഇല്ലോ. കാരണം അതെ, ആ ചെറിയ വീതിയിൽ അന്ന് സൈഡിലൊരു ഇതിപ്പോൾ സേഫ്റ്റിക്ക് പോലും അവർ വെച്ചിട്ടില്ലോ അല്ലേ. ഓക്കെ, നമ്മളിങ്ങനെ ക്യാമറ ഓണാക്കി വെക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് വിഷ്വൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ കാണിക്കാനായിട്ട് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ നദിയിലെ കളർ കണ്ട പച്ചപ്പന ഒരു വേറൊരു ഭംഗിയുണ്ടോ. ഈ കാണുന്ന വെള്ളം എവിടേക്ക് കടലിലേക്ക് പോകണു. പക്ഷെ ഇത് മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ നല്ല ഫ്രഷ് വാട്ടർ വരുന്നത്. ഇതിന് വേറെ റീസോഴ്സ് ചെയ്യണം സംഭവങ്ങളൊന്നും ചെയ്യാനില്ല. നല്ല ഫ്രഷ് വെള്ളം കാണുമ്പോൾ നല്ല പച്ചപ്പല്ല. നമ്മുടെ നാട് മണാലിയിൽ നമ്മൾ ഇങ്ങനത്തെ പച്ചപ്പ് കണ്ടിട്ടുണ്ടാ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണുമ്പോൾ. പിന്നെ വെയിലുണ്ട്, നമ്മുടെ നാട്ടിലത്തെ വെയിൽ ചൂടൊക്കെ ഉണ്ട്. പക്ഷെ
കാണുമ്പോൾ എന്തൊരു ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു വെച്ചാൽ കമന്റ് ചെയ്തോളൂ അല്ലേ. കേരളം തോന്നുന്നുണ്ട്, പക്ഷെ ചില സാധനം കാണുമ്പോഴേ അതിനൊരു യൂണിക്നെസ് ഉണ്ട് ബേസിക്കലി. ഇവിടെ ഈ വളവും ചെരുവൊക്കെ ഉള്ള കാരണം റൂട്ടുകൾ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അപകടങ്ങളുണ്ട്. പിന്നെ ഈ വഴിയുണ്ടല്ലോ, നല്ല മഴക്കാലത്ത് ഈ പുഴ നിറഞ്ഞു കവിയും വഴി ബ്ലോക്ക് ആവും. അതെ, അതാണ് ഈ പാറയുടെ മുകളിലേക്കൊക്കെ ശരിക്കും ഞാൻ മനസ്സിൽ വിചാരിച്ചു കൊടുത്ത പാറകൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. അതാണ് ഗേറ്റ് വെച്ചേക്കുന്നത്. ബ്ലോക്ക് ചെയ്യും, അവർ ബ്ലോക്ക് ചെയ്യും. മഴക്കാലത്ത് ഈ വഴിക്ക് പോകാൻ പറ്റില്ല, ഇത്രയും ഹൈറ്റിൽ വെള്ളം കയറില്ല ഇവിടെ. ഓ, ഇവിടുത്തെ ഈ പാറകളിലെ നമ്മൾ നോക്കുമ്പോൾ ഹോള് കാണുമ്പോൾ ഇവിടേക്ക് വെള്ളം കയറിണ്ടാവും ഞാൻ മനസ്സിൽ വിചാരിച്ചല്ലോ. പാറകൾക്കൊക്കെ വെള്ളം ഒഴുകി പോയതിന്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ പോണ വഴിക്ക് ഈ വെള്ളം നമ്മൾ ഊട്ടിക്കൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാനും ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങണ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയിരിക്കടാ. ഇവിടെ വന്നപ്പോഴേ ശരിക്കും മൾട്ടി കളർ ലാഭം നോക്കിയൊരു ബിൽഡിംഗ് ആണ്. നമുക്ക് മൾട്ടി കളറുള്ള ബിൽഡിങ്ങാണ് മൊത്തം ഉള്ളത്. നമ്മൾ ഇങ്ങോട്ട് തിരിയാണെങ്കിൽ ഒരു ജമൈക്കൻ സ്റ്റൈൽ മൊത്തം. ജമൈക്കയുടെ നാഷണൽ ഫ്ലാഗ് പച്ചയുള്ളത് കൊണ്ട് തന്നെ പച്ച വരുമ്പോൾ തന്നെ ഒരു വേറെ ഭംഗിയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഒരു മനോഹരമായിട്ടുള്ള ജോർജ് വ്യൂ ബാർ എന്ന് പറഞ്ഞൊരു ബാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കയറി നമുക്കൊരു ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു. ഒന്നും കുടിച്ചില്ലെങ്കിലും നമ്മളിപ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചിറങ്ങിയിട്ടോ. റം ബാർ നോക്കിയാൽ ജമൈക്ക റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫേമസ് അല്ലേ. അത് നമുക്ക് പിന്നീട് ദിവസം എക്സ്പീരിയൻസ് ചെയ്യാം. ചേച്ചി പവർട്ടാ, താങ്ക് യു ഫോർ വെൽക്കമിങ്. ചേച്ചി നിങ്ങൾ കയറി നോക്കുന്നുള്ള മൂഡ് പറയാട്ടാ. ഇവിടെ ആൾക്കാരെ റം ബാറിലേക്ക് ക്ഷണിക്കണതിൻ്റെ ഒരു സെറ്റപ്പ് വേണ്ട. നിങ്ങൾ ഈ റേഞ്ചിലാണ് ഇവിടെ ആൾക്കാർ ബിസിനസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെയൊക്കെ മറ്റേ റേഡിയോ FM വെച്ചിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴല്ലേ ഈ ഒരു വ്യൂവിൽ നിന്നിട്ട് അതായത് വേണ്ട ചായയും ബിയറും റമ്മൊക്കെ ഇരുന്ന് അടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇവരുടെ ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര രസമാണ്. ഇവർ അടിച്ചു പൊളിച്ച് ജീവിക്കണം അല്ലേ. ബാർ നല്ല തിരക്കാണ്. ചെറിയ ചായക്കട, ശരിക്കും പറഞ്ഞ ചായക്കടല്ല, ബാറാണ്. ഇവിടെ ഇങ്ങനെ വഴുതിയുടെ ഇവിടെ ചെറിയ ബാറുകളുണ്ട്. അപ്പൊ എല്ലാവരും മുത്തിയത് പോവും. പിന്നെ ഇവിടുത്തെ ഇത്രയും ബാറുണ്ടായാലും വണ്ടി കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാം. പോലീസ് പിടിക്കത്തില്ല. പോലീസ് പിടിക്കില്ല. ഓ, അത് ഭയങ്കര പരിപാടിയായല്ലോ അല്ലേ. ഇവിടെ കുറെ ഭയങ്കര ഫ്രീഡാണ്. പോലീസുകാരെ എന്തിനെ പിടിക്കുക ശരിക്കും എന്ത് പിടിക്കുന്ന ഓവർ സ്പീഡ്, സീറ്റ് ബെൽറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിടിക്കുന്നുള്ളൂ. കള്ളു പിടിച്ച് വണ്ടി ഓടിച്ച് ഒരു കുഴപ്പമില്ല. പിന്നെ കാരണം ഇവിടെ അടുത്ത ആൾക്കാർ കഞ്ചാവ് പിടിച്ച് വണ്ടി ഓടിക്കുന്നു, അതുകൊണ്ട് കള്ളു പ്രശ്നമില്ല പറയണത്. അപ്പൊ നമ്മള് ജമൈക്കൻ പുഴയോര കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ബാറിൽ നിന്ന് റമ്മ അടിക്കാണ്ട് നമ്മുടെ യാത്ര തുടങ്ങണം കേട്ടോ. ആലോചിക്കാൻ പറ്റുമോ? ചേച്ചി താങ്ക്സ് പറഞ്ഞു ഇവിടുന്ന് പോളോടാ. ചേച്ചി അമ്മച്ചി താങ്ക് യു. ശരിക്കും കളർഫുൾ ആയത് കണ്ട എനിക്ക് ഇങ്ങനത്തെ ഒന്ന് മേടിച്ചാൽ മതിയായിരുന്നില്ല. ഞാൻ ബ്ലാക്ക് എടുത്തു. നമ്മളെ എവിടെ പോയി തൊട്ടല്ല അവസാനം ബ്ലാക്കുമ്പോൾ കൈ വയ്ക്കും. അപ്പൊ കിട്ടില്ല, അതിന് കുഴപ്പമില്ല. എന്ന് പറഞ്ഞു പോവാ. അപ്പൊ നമ്മുടെ ജമൈക്കൻ യാത്ര തുടങ്ങണം കേട്ടോ. ലെഫ്റ്റ് കാണുന്നേ റെയിൽവേ ട്രാക്കാണേ. പോണ വഴിയില്ലേ റെയിൽവേ ട്രാക്ക് കാരണം ഇവിടെ ഒരു ഫാക്ടറി, ബോക്സൈറ്റ് ഫാക്ടറി ഉണ്ട്. ബോക്സൈറ്റ് ഫാക്ടറി ബോക്സൈറ്റുമായിട്ട് പോർട്ടിലേക്ക് ട്രെയിനാണത്. ട്രാക്ക് പോകുന്നത് ട്രാക്ക്. അത് ഇവിടെ ഒരു എന്താ പറയാ ഗുഹയിൽ കൂടെ ആണ് പോണത്. ടണലിൽ കൂടെ ഇവിടെ ടണ അതിൽ തുറങ്കാട്ടാ കാണുന്നത്. ആ തുറങ്കത്തിലൂടെ അവര് പോസ്റ്റായിട്ട് കൊണ്ടുപോകണം കേട്ടോ. 5 കിലോമീറ്റർ തുറങ്ങും. 5 കിലോമീറ്റർ അല്ലേ. ഇവിടെ ശരിക്കും റീറ്റേണിംഗ് അവിടെ കിട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടാ വരാതിരിക്കാൻ. ആൾക്കാർക്ക് പോകാൻ പറ്റുമോ ഈ ട്രാക്കിൽ കൂടെ? അതിൽ അങ്ങനെ സർവീസ് ഇല്ല. വെള്ളത്തിന്റെ കളർ കാണുമ്പോൾ കുതിയാണത്. ശരിക്കും പറഞ്ഞാൽ അമ്പലക്കുളങ്ങൾ പോലെ നല്ല പച്ച കയറി ഒരു ചാട്ടം ചാടി കുളിക്കാൻ തോന്നട്ടാ. എവിടെയും കുളിക്കാൻ പറ്റും ചേട്ടാ. നല്ല പച്ചവെള്ളം എന്ന് പറഞ്ഞത് തന്നെയാണല്ലേ. ഒരു പൊല്യൂഷനും ഇല്ല, ഒന്നുമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറേ സാധനങ്ങൾക്ക് വില കൂടുതലാണ്. നമ്മുടെ നാട്ടില് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സാധനം വില കുറവുണ്ട്. അങ്ങനെയുണ്ട് കേട്ടോ. ഇവിടെ സ്വല്പം എക്സ്പെൻസീവ് ആണ്. പക്ഷേ എന്താ പറയുക, പ്രകൃതിയോടാണെങ്കിൽ ജീവിക്കാം, പ്രകൃതിനെ കണ്ട് ജീവിക്കാം എന്നൊക്കെ പറയണ പോലത്തെ ഒരു സെറ്റപ്പാടാണ്. ഈ റൈസ് ദി ബാർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു കോമൺ ബ്രാൻഡാണ് കേട്ടോ. ഇവിടുത്തെ കരിക്കൊക്കെ ഉണ്ടല്ലോ, കരിക്കുണ്ട്. ഇന്ന് ഇറങ്ങിയാൽ നമുക്ക് കരിക്ക് വെള്ളം കുടിക്കാം. ഓക്കെ, നമുക്ക് ചെറിയ ദാഹം ഉണ്ട് കേട്ടോ. നാട്ടില് എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞതില്ലേ, വെറുതെ നില നോക്കിയാൽ പപ്പായ നിൽക്കണൊക്കെ സിമ്പിൾ പരിപാടി. വഴിയോരങ്ങളാണ് കേട്ടോ. വഴിയോരങ്ങളിൽ നിൽക്കണ പപ്പായാണ് നമ്മൾ കാണാട്ടോ. നമ്മൾ നേരത്തെ കണ്ട പുഴ സൈഡിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട് ഒരു മറ്റേ അമേരിക്കൻ ട്രക്ക്. ഇപ്പോൾ ട്രക്ക് ലൈഫ് അടിച്ചോട് കൂടിയിട്ടില്ലേ, ട്രക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി കേട്ടോ. അപ്പം ഞാൻ വേറെ ലെവലിൽ അടിക്കുന്നുണ്ട് കേട്ടോ. ഏത് കരിക്ക വേണ്ടതെന്ന് ആൾ ചോദിക്കണം. ഇങ്ങോട്ട് വരാനാ പറയണം കേട്ടോ.
നല്ല പഴം, നല്ല പപ്പായ, ജമൈക്കൻ ആപ്പിള്, അത് ചാമ്പയ്ക്കാര് രൂപമാണ്. പനിനീർ ചാമ്പ. പനിനീർ ചാമ്പ തൃശ്ശൂർ ഭാഷയിൽ എന്താണെന്നറിയില്ലടാ. നല്ല ചാമ്പ. ഈ ഇവിടുത്തെ എല്ലാ കഴുത്തച്ചക്കൊക്കെ നീളം കുറവാണ്. നമ്മുടെ നല്ല സ്വല്പങ്ങൾ നീളം ഉണ്ടാവില്ലേ, ഇവിടെ നീളല്ലേ. ഒരു ചെറിയ നമ്മുടെ ഒരു ബോളിന്റെ ചെറിയൊരു ബോളിന്റെ പോലത്തെ വലുപ്പത്തിൽ കേട്ടോ. ഇത് കാച്ചില് നോക്കിയാ, യാം എന്നാണ് പറയണ്ട കാച്ചിലിനെ. ജാക്ക് ഫ്രൂട്ട് ഇന്നലെ കഴിച്ചിട്ട് നമ്മള് ഇവരുടെ ഫാമിലി കാണിച്ചില്ല. കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കണ്ടല്ലോ. ഇവരുടെ 35 പേരുടെ ഒരു ഫാമിലി. ഇവരുടെ തറവാട്ട് പേര് പറഞ്ഞില്ല, ശ്രീരാഗം. ഇവരുടെ തറവാട്ടിൽ ഓരോ വീടിനും ഓരോ പേര്. ഇവിടെ വേറെ വീടുകളുടെ പേരുകളുണ്ട്. ശ്രീരാഗം, പ്രണവം, നന്ദനം, ദേവരാഗാണ് ഞാൻ താമസിക്കുന്നത്. സ്ട്രോ കാണാം ചേട്ടാ. അപ്പോൾ ഇവിടുത്തെ പഴം കാണും, ഫ്രഷ്നെസ്. നമുക്ക് ഒരു മരുന്നും ഇല്ല, ഒന്നുമില്ല ചേട്ടാ. നല്ല നേന്ത്രപ്പഴം നോക്കിയാ, നല്ല നേന്ത്രപ്പഴം. UK ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ജമൈക്കൻ ഫുഡ്. ഈ അർത്ഥത്തിലത്തെ ഏറ്റവും നല്ല ഫുഡ് എന്നാണ് പറയണട്ടോ. കരിമ്പൊക്കെ നിൽക്കണം. ഇപ്പം നോക്കിയാൽ കരിമ്പ് അവരിങ്ങനെ പാക്കറ്റിൽ, ഇതൊരു ഐഡിയ കേട്ടോ. കരിമ്പ് സ്ട്രീറ്റിൽ അവർ ഒരു പാക്കറ്റിൽ വിൽക്കാൻ പറ്റിയിരിക്കും കേട്ടോ. ഒപ്പം നല്ല മുഴുത്ത കരിമ്പ് വലുപ്പം നോക്കിയാ. താങ്ക് യു. സ്ട്രോ. രണ്ട് ലിറ്റർ വെള്ളം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അല്ലേ. നല്ല മധുരം. നല്ല ദാഹിച്ച് നിൽക്കുമ്പോൾ ഒരു കരിക്കൻ വെള്ളം നല്ല മധുരത്തിൽ കിട്ടാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിലത്തേക്ക് ക്യാമറ വയ്ക്കുമ്പോഴല്ലേ ആത്തച്ചക്ക എന്തെന്ന് പറയുന്നതിനൊക്കെ. ആത്തച്ചക്കരൊക്കെ ഫിനിഷിങ് നോക്കി നിങ്ങൾ. നമ്മുടെ ചാമ്പയുടെ വേറെ വലിയ രൂപല്ലേ ഈ സാധനം നമ്മുടെ നാട്ടിലുണ്ട്. പനിനീർ ചാമ്പാന്നല്ലേ. ടേസ്റ്റ് ഉണ്ട് അത്. അതല്ല മധുരമുള്ള. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴല്ലേ നമ്മൾ മാത്രമാണ് കേരളമാണ് നാളികേരത്തിൻ്റെ തറവാട് നമ്മൾ പറയുമ്പോഴില്ലേ. ഇവിടെ കരീബിയൻ ഐലൻഡുകളിലും സൗത്ത് അമേരിക്കയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന കാഴ്ച നോക്കി നാളികേരത്തിൻ്റെ വലുപ്പം നോക്കിയാൽ കാരണം ചേട്ടാ. ഈ നാളികേരത്തിനുള്ളത്തെ കാമ്പ് നമ്മുടെ നാട്ടിലത്തെ അതേ കാമ്പ് കൂടി ഉണ്ടല്ലോ. നല്ല സ്ട്രോങ് ആണ്, അതിനേക്കാൾ സ്ട്രോങ് ആണ്. അപ്പൊ അതിന് എന്തൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ. നല്ല മണ്ണാണ് ഇവിടെ. എന്ത് വെച്ചാലും കിട്ടും. ഓ അടിപൊളി. അപ്പൊ അതേപോലത്തെ നാളികേരം, പൈനാപ്പിളൊക്കെ ഉരുണ്ട് ഫുട്ബോൾ, ചെറിയ മിനി ഫുട്ബോൾ പോലെ ഇരിക്കുന്നു. എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കാണണം. ചേച്ചിമാരൊക്കെ ലൈവായിട്ട് അടിച്ചോണ്ടിരിക്കട്ടാ. നല്ല കാമ്പുണ്ടല്ലേ. അയ്യോ വെള്ളം കുടിച്ച് വയ്യാണ്ടാവണ ആദ്യമായിട്ടാണോ. അടിപൊളി. ഇവിടെ എല്ലാവരും വരിയായിട്ട് നിന്നിട്ട് വലിക്കാട്ടാ. വലിക്കാൻ സാധനം കഞ്ചാവണം കേട്ടോ, അത് വേറെ കാര്യം. ഹലോ ഷാപ്പ് ഹലോ. What's your name? Black boy. ഇവിടുത്തെ പേര് ബ്ലാക്ക് ബോയ് 69, 59 അങ്ങനെയൊക്കെ പേര്. 69 അങ്ങനെയൊക്കെ പേരുണ്ട് ഇവിടെ. ബ്ലാക്ക് ബോയ് ആദ്യം വലിക്കുന്ന സാധനം കഞ്ചാവാണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ തരിച്ചുണ്ടല്ലോ, പഴുത്തിരിക്കണം. വൈറ്റ് റമ്മാണ് കഴിക്കണ അവര്. വൈറ്റ് റമ്മും കഞ്ചാവും. ഏത് മൂട്? കഞ്ചാവ് മൂട്. What? No, Indian. Yeah. We are from India. Which part of India? India South. Delhi or No. South. Kerala. You know Kerala? No, I know I'm going to buy cricket. Cricket. We are friendly cricket. We are friendly for cricket. Brian Lara, Ambrose, Chris Gayle. In my side, Sachin Tendulkar. You know Sachin Tendulkar? Wash. Yeah, you are the Wash boy. My son name is Ambrose. Yeah, I am Ambrose fan. Yeah.
My son name Ambrose. Ambrose and Walsh was like this. Two best Wash. friends. Yeah. Two best friends. വാഷിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. ആ കാലത്തിന് ഈ ആംബ്രോസ് ഉണ്ടായിരുന്നത് നമ്മൾ ഈ ക്രിസ്കേലിനേക്കാളൊക്കെ ഒരു പടി മുമ്പിലുള്ള വാഷിന്റെ റേഞ്ച് ശരിക്കും ഇവിടെ കേട്ടോ. ചേച്ചി സിമ്പിൾ ആയിട്ട് ചെറിയ സാധനം I കഴിക്കണൊക്കെ. know every cricketer from India who play cricket in the West Indies. You know every cricketer? Every one of them I know. I went to every match as they come. Yeah. അപ്പൊ ചേച്ചി ഇവിടെ ഡ്രസ്സൊക്കെ വെക്കുന്നുണ്ട്. ഇവിടെ ബ്രൈസീർ കച്ചവടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് 30-32 എന്നൊക്കെ പറയണ പോലെ അല്ലട്ടാ. ഇവിടെ 50-60 സൈസ് ഇട്ടാ. ആലോചിക്കാൻ പറ്റുമോ ചേച്ചി? ടക്ക് ഇവിടുത്തെ സാധനം ടക്ക്. ചേച്ചിയുടെ ബ്രൈസിന്റെ ഉള്ളിൽ നിന്നൊക്കെ സാധനം എടുക്കാട്ടാ. സാധനം എടുത്ത് വലിക്കണ്. കഞ്ചാവിനൊരു ക്ഷാമം ഉണ്ടാവാൻ പാടില്ല. എവിടേക്ക് പോയെന്ന് ചേച്ചി ആലോചിക്കണട്ടാ. കഞ്ചാവ് എടുക്കുന്ന സ്പോട്ട് കണ്ട എടുത്തു സാധനം എടുത്തു പൊതിയെടുത്തു കഞ്ചാവ് സെറ്റ് ചെയ്യാട്ടാ. ആലോചിക്കാൻ പറ്റോ? പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് സെറ്റ് ചെയ്യണ കഞ്ചാവ് സെറ്റ് ചെയ്യണട്ടാ. What is your name? Chalice. Janice. My sister name is Jennifer. Yeah. ചേച്ചി ജാതി മേക്കിംഗ് ആട്ടാ. മേക്കിങ്ങിന്റെ പീക്കാണ്. ഇവർക്ക് പിന്നെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ കൗതുകം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ റെസ്ട്രിക്റ്റഡ് അല്ലേ. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ എന്ത് കാണാനും കൗതുകമാണ്. അമ്മേ ഇവിടെ ജാതി ലൈൻ നിൽക്കണേട്ടാ. ബ്ലാക്ക്. നമ്മൾ ആഫ്രിക്ക പോയിട്ട് ആ പേരൊക്കെ പറഞ്ഞു ഇടി കിട്ടും. ഇവിടെ ആ പേര് എല്ലാവരുടെ പേര് ആ ലൈനിലല്ലേ. ചേച്ചി മേക്ക് ചെയ്തു. ചേച്ചി അങ്ങനെ പതുക്കെ മേക്ക് ചെയ്യട്ടോ. Fresh. Sometimes that's why it takes long to light. So when it's fresh, it takes a longer time to light. ഏത് മൂഡ്? കഞ്ചാവ് മൂഡ്. അടുത്തിരുന്ന് എനിക്ക് പൂസായില്ലേ? നമസ്കാരം. നിങ്ങളെ ആഫ്രിക്കയിലേക്കും സൗത്ത് അമേരിക്കയിലേക്കും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ? അങ്ങനെയാണെങ്കിലേ ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻ്റെ കൂടെ യാത്ര ചെയ്താലോ? മെഗാ സൗത്ത് അമേരിക്കൻ സാഗ ഈ ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും ഓഗസ്റ്റ് മാസത്തിലും നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയ ഗ്രൂപ്പുകൾ മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്യണത്. 10-12 പേരുള്ള ചെറിയ ഗ്രൂപ്പുകളാണ് യാത്ര ചെയ്യണത്. ലോകത്തിലെ 2 മെയിൻ വണ്ടേഴ്സും 3 നാച്ചുറൽ വണ്ടർ അടങ്ങിയിട്ടുള്ള യാത്രയാണ്. മാച്ചു പിച്ചും ആമസോൺ റെയിൻ ഫോറസ്റ്റും ക്രൈസ്റ്റ് റെഡീമറും ഇഗ്വാസ് വാട്ടർഫോളൊക്കെ അടങ്ങിയ പെറു, ബ്രസീൽ, പാരഗ്വേ, അർജന്റീന, ചിലെ എന്ന രാജ്യങ്ങളിലാണ് നമ്മൾ ടൂർ അറേഞ്ച് ചെയ്യുന്നത്. ഒപ്പം തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആഫ്രിക്കൻ യാത്രയും കൂടി ഉണ്ട്. അതിൽ സൗത്ത് ആഫ്രിക്ക, ബോട്സ്വാന, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ യാത്രയാണ്. അതും നാച്ചുറൽ വണ്ടേഴ്സ് അടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആഫ്രിക്കൻ യാത്രയും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കൂടെ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം വിത്ത് ഗ്രീൻ ബുക്ക് എക്സ്പെഡിഷൻസ്. നമ്മൾ ഈ വഴി സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രാമവഴിയാണ്, പണ്ടത്തെ ഹൈവേണ്. നമ്മൾ ശരിക്കും മെയിൻ ഹൈവേ കൂടെ പോകുന്നത്. പക്ഷേ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ വഴിക്ക് തിരിഞ്ഞേട്ടാ. എന്തായാലും അടിപൊളി സെറ്റപ്പ് അല്ല, കാണുമ്പോൾ തന്നെ നമുക്കൊരു രസം തന്നെയാടാ. ഇവർ വലിക്കണത് കാണാനല്ലേടാ, ഇവർ വെറുതെ കളിച്ചാൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സുഖം, മനസ്സുഖം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സുഖം. താങ്ക് യു കിങ്. നമ്മൾ പതുക്കെ വിട്ടാട്ട് അടുത്ത്. If you're even in a hurry, take your time. Okay. And look out for them because you don't know what round the corner there. Sharp. I like to protect the kings, you know. Yeah. That when you can come again, guys, you know, of your life you can't live. He's the king. Yeah, I know that. No. I know that. The first king, and he's the second first king. No, I'm a driver. All right, good. Thank you. Sharp. ആള് പറയണതല്ലേ, നിങ്ങൾ ഒരു ഹരിയും പിടിക്കണ്ട, പതുക്കെ പോയാൽ മതി. എപ്പോഴും സേഫായിട്ട് ട്രാവൽ ചെയ്താൽ അടുത്ത പ്രാവശ്യം നമ്മൾ വരല്ലോ. നമ്മൾ ഒരു ചെറിയൊരു എമൗണ്ട് പുള്ളിക്കാരെ കൊടുത്തു, നമ്മൾ വീഡിയോ എടുത്തല്ലേ, അപ്പോൾ ആൾ ഹാപ്പി ആയി ചെയ്തു, അടിപൊളിയായിട്ടാണ്. നമ്മൾ പതുക്കെ വിടണം അടുത്ത സ്ഥലത്തേക്ക്. അതിനൊക്കെ വലിയ ബസ്സും ലോറിയൊക്കെ അങ്ങനെ ചീറി പായുന്നുണ്ടോ. നമ്മൾ കോഴിക്കോട് റൂട്ടിൽ പോകുമ്പോഴേ, നമ്മൾ കുന്നംകുളത്ത് നിന്ന് കോഴിക്കോട് റൂട്ട് പോണ പോലത്തെ ഒരു ഫീലിംഗ് നോക്കിയാൽ ആ എന്താ പറയുക, കാറ് മാറ്റി നിർത്തിയാലേ ഈ പറഞ്ഞ പോലെ സിഗ്നലും വീടുകളിലെ കളറുകളും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബാക്കിയൊക്കെ നമുക്ക് പതുക്കെ കമ്പയർ ചെയ്യാം കേട്ടോ.
ഒട്ടുമിക്ക വണ്ടികൾ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡൊക്കെ പറഞ്ഞ പോലെ ജപ്പാനിൽ നിന്ന് വരുന്ന വണ്ടികളാട്ടാ. അതിൽ പുതിയ വണ്ടികളുണ്ട്, പഴയ വണ്ടികളുണ്ട് കേട്ടോ. ഈ വണ്ടി ഇവിടുത്തെ മെയിൻ ടാക്സിയാണ്. ആ വണ്ടിയുടെ പേര് എന്താ? പൊബോക്സ്. പൊബോക്സ് എന്ന് പറഞ്ഞ വണ്ടി നമ്മളെല്ലാ ലിമയിൽ അത് ഒരുപാട് ഈ പറഞ്ഞ പോലെ പെറുവിൽ കണ്ടിരുന്നു കേട്ടോ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ വലിയ വലിയ വീടുകളൊക്കെ കാണാട്ടോ. നമ്മൾ ജമൈക്കയിൽ ചെറിയ ചെറിയ വീടുകൾ എന്നുള്ള പറ്റി നമുക്ക് ചിന്തിക്കായിരിക്കും കേട്ടോ. അമ്മരുത്തെ വീടുകളും റിസോർട്ടുകളൊക്കെ നമുക്ക് കാണാം. അമേരിക്കയിൽ നിന്നും ഇവിടുന്നൊക്കെ വരാറുണ്ട് ചേട്ടാ. ഇവിടുന്ന് US, കാനഡ ആണ് ഏറ്റവും കൂടുതൽ. US, കാനഡ. സ്പാനിഷുകാർ ഒരുപാട് പേര് വരുന്നുണ്ട്. സ്പാനിഷുകാരല്ലേ. നമ്മുടെ കമ്പനിയിലേക്ക് ഇവിടുന്ന് നമ്മുടെ മലയാളികൾ വരാറുണ്ടോ? നമുക്ക് ഏറ്റവും കൂടുതൽ US നിന്ന് കാനഡയിൽ വരും. മലയാളികൾ മാത്രമാണ് തമിഴന്മാർ തെലുങ്കന്മാരൊക്കെ വരുമോ? എല്ലാവരും വരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഇപ്പൊ എനിക്ക് ഓൾറെഡി 15 ഗസ്റ്റ് മലയാളീസ് ഉണ്ട് ഇവിടെ. കാനഡയിൽ വന്നവര് അവരെ ഒരാഴ്ച ട്രിപ്പാണ്. അവർ നാളെ തിരിച്ചു പോകാറ്. പിന്നെ ഒരു 8 പേര് തമിഴ്നാട്ടുകാരുണ്ട് ഇവിടെ. 23 പേര് ഓൾറെഡി എനിക്ക് ഗസ്റ്റ് ഉണ്ട്. ഇപ്പം എല്ലാവരും കാനഡക്കാരാണ്. ഈ കെയ്മാൻ ഐലൻഡിൽ നിന്ന് അമേരിക്കൻ വിസ അടിക്കാനായിട്ട് കൂടുതൽ ആൾക്കാർ വരുന്നു. കെയ്മാനിൽ നിന്ന് വരുന്ന വിസ അടിക്കാൻ വരുന്നവർ എല്ലാ രാജ്യക്കാരും ഉണ്ട്. ഫിലിപ്പീൻസ് ഉണ്ട്, നേപ്പാളിസ് ഉണ്ട്, പെറു, ഉഗാണ്ട, എല്ലാ രാജ്യക്കാരും. കെയ്മാൻ ഐലൻഡിൽ അമേരിക്കൻ എംബസി ഇല്ലാത്തതുകൊണ്ട് ഒന്നുമില്ല. അമേരിക്കൻ എംബസി ഇല്ല, കാനഡ എംബസി ഇല്ല, ഇന്ത്യൻ എംബസി ഇല്ല, ഒന്നുമില്ല. ഇനി CBTX എഴുതാൻ പോലും ആൾക്കാർ ജമൈക്ക വരണം. നിങ്ങൾ ഈ സൈഡിലുള്ള ആൾക്കാർ ഇപ്പൊ നോർത്ത് അമേരിക്ക അതുപോലെ യൂറോപ്പിലെ ആൾക്കാർക്കും വരാം. ജമൈക്ക കാണണമെന്ന് ഇപ്പൊ എന്തായാലും വിഷ്വലൈസ് നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹമല്ലോ. ജമൈക്ക കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണഞ്ചാനെ വിളിച്ചോ. കണ്ണയുടെ നിങ്ങൾക്ക് വണ്ടികളും സംഭവങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. ധൈര്യമായിട്ട് പോരാ. നമുക്ക് റെന്റൽ കാർ ഉണ്ട്, പിന്നെ ഹോം സ്റ്റേ ഉണ്ട്, സൈറ്റ് സീയിങ് എല്ലാം നമ്മൾ ചെയ്യും. ഇതൊരു പരസ്യം ഒന്നല്ലടാ. നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് പരസ്യമാണല്ലോ. പരസ്യം ഒന്നല്ലടാ. നമ്മളിത് വന്ന് കണ്ടപ്പോ പുള്ളിക്കാരൻ നമ്മൾ സപ്പോർട്ട് ഇപ്പൊ നമ്മള് ഗ്രീൻ ബുക്ക് വഴിക്ക് നമ്മളിപ്പോ ഒരു ചെറിയ ടൈപ്പ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പൊ നമ്മൾ നിങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഒന്നും മറച്ചു വെക്കുന്നില്ല. നിങ്ങൾ ജമൈക്ക എന്ന രാജ്യത്തിന് സ്വപ്നം കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നോ. വെക്കേഷൻ ഒരു 5 ദിവസം 4 ദിവസം കൊണ്ടൊക്കെ കണ്ടുപോകാൻ പറ്റും. നിങ്ങളൊരു വീട്ടിൽ വന്നിച്ച് പോകുന്ന പോലെ ഫീലിംഗ് ആണ്. സ്വന്തമായിട്ടുള്ള വീട് തരും. സ്വന്തമായിട്ടുള്ള വീട് തരും. വേറെ വർത്താനൊന്നുമില്ല. ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം തരും. എന്തും മലയാളി ഭക്ഷണം വേണം. നല്ല മാങ്ങച്ചാറ് വേണം. ഞാൻ ഇന്നലെ നമ്മുടെ സംഘം മലയാളി നമ്മുടെ ഫാമിലി സംഗമം ഉണ്ടാകുന്നല്ലോ. സംഗമത്തിന് പോയി ഇപ്പോൾ ലാസ്റ്റ് നിന്നിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വൈകില്ലേ. ഇപ്പൊ ചക്ക കഴിച്ച് നിൽക്കണ നേരത്തെ ചേച്ചി ഒരു രസത്തിന്റെ മണം. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ചോറ് തരൂ, കുറച്ച് രസവും ചോറും കൂടി തരുമെന്ന് വെച്ചപ്പോഴേ നല്ല ചോറും രസവും മാങ്ങച്ചാറ് കഴിച്ചിന്റെ മക്കളെ ഇതിന്റെ പൊന്ന്. വേറെ ഒന്നും വേണ്ട. ഇറച്ചി മീനൊന്നും വേണ്ട. അതിനൊക്കെ ചാള വറുത്തുണ്ട്. 3 ചാള വറുത്തതും കഴിഞ്ഞ് ലാസ്റ്റിലാപ്പ ഭക്ഷണം അടുക്കള ക്ലോസ് ചെയ്തു. അപ്പൊ ഞാനുള്ളത് പറക്കി കുറച്ച് ചോറും രസവും മാങ്ങച്ചാറും അതേപോലെ പറയുമ്പോൾ വായയിൽ വെള്ളം വരട്ടാ. അതേപോലെ ചാള വറുത്തതും ആലോചിക്കാൻ പറ്റില്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഒരു ചെറിയ വഴിയിലേക്ക് ഡൈവേർട്ട് എടുത്തിട്ടാ. കാരണം ചേട്ടൻ പറഞ്ഞു ഇവിടുത്തെ കൃഷി രീതികളും ജമൈക്കയിൽ എന്ത് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്നത് നാരങ്ങ തോട്ടങ്ങളാണ്. നാരങ്ങ ഇവിടുത്തെ എക്സ്പോർട്ടിങ് ഉണ്ട്. ഓറഞ്ച് അല്ലേ? ഓറഞ്ച് വേറെ നാരങ്ങ വേറെ ആണല്ലോ അല്ലേ? ഓക്കെ. ഓറഞ്ച് ഇവിടുന്ന് എക്സ്പോർട്ടിങ് ഉണ്ട്. ട്രോപ്പിക്കൽ ജ്യൂസ് അവരുടെ തോട്ടം ഇത്. ട്രോപ്പിക്കൽ തോട്ടം ഇത് 2 സൈഡിലും. ഓക്കെ. അത് ജമൈക്കൻ മെയ്ഡ് ആണോ? ജമൈക്കൻ മെയ്ഡ് ആണ്. ഓക്കെ. മൊത്തത്തിൽ ഇവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്ത് പോകണത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെ നോക്കിയാലും ഓരോ സ്ഥലങ്ങളിൽ ഓറഞ്ച് കൃഷിത്തോട്ടങ്ങൾ കാണാം. നല്ല ഭംഗിയാണ്. അന്നത്തെ സ്കൈ നമ്മളിങ്ങനെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നല്ല നൈസ് കാറ്റും. ഈ കാറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം അല്ലേ? നമ്മള് അമേരിക്കത്തെ ട്രക്ക് ലൈഫും UK ഡിപ്രഷൻ കാലാവസ്ഥ എന്നൊക്കെ നമ്മൾ വന്ന് ഇതിങ്ങനെ ആസ്വദിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഭയങ്കര കാറ്റാണ്. ആ കാറ്റിന്റെ ഇടയ്ക്ക് ഈ ഭംഗിയും ആസ്വദിച്ച് ഇങ്ങനെയുള്ളൊരു യാത്ര. അപ്പൊ ഇനി നമ്മൾ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരെ ഇനി കടക്കാൻ പോണത് ഷുഗർ കെയിനാണ്. ഇവിടുത്തെ കരിമ്പിൻ തോട്ടങ്ങളിലേക്കാണ്. അതിന്റെ ഒരു ഭംഗി വേറെ കേട്ടോ. നമ്മൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാം നമ്മൾ എവിടെയാണ് വന്ന് നിൽക്കണമെന്നുള്ള കാര്യം. കാരണം ചേട്ടാ എന്തിട്ട് പറയാളെ ഇവിടുത്തെ കരിമ്പ് മെയിൻ ഉപയോഗിക്കുന്നത് ജമൈക്കൻ്റെ ഫേമസ് റം ആപ്പിൾ. കരിമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ആപ്പിൾ റമ്മിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഷുഗർ ഫാക്ടറി ഉണ്ട്. ഇത് രണ്ടും മെയിൻ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് റമ്മാണ്. റമ്മില്ലാണ്ട് ജമൈക്കില്ല. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരായിട്ട് എവിടെ കണക്ട് ചെയ്യാൻ പറ്റാ? ഇന്ത്യക്കാരോ? പണ്ട് ഇവിടെ ഇന്ത്യക്കാർ തുടങ്ങിയ പരിപാടി കരിമ്പ് കൃഷി തുടങ്ങിയത് ഇവിടെ. അതാണ് മെയിൻ. പണ്ട് നമ്മുടെ ഇംഗ്ലീഷുകാര് ഈ ജമൈക്ക എന്ന രാജ്യത്തിനെ സ്പാനിഷുകാരെ ഏറ്റെടുത്തല്ലോ. നമ്മൾ ഈ കൊളംബസ് ഒക്കെ വന്ന് ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിച്ച് ഇറ്റലിയിലും സ്പെയിനിൽ നിന്നൊക്കെ എടുത്ത് നമ്മൾ ഇംഗ്ലീഷുകാരെ ഏറ്റെടുത്തപ്പോൾ ആദ്യം സ്ലേവ്സിനെ കൊണ്ടുവന്നത് ഈ കരിമ്പീൻ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നത് സ്ലേവ്സിനെയാണ്. വെസ്റ്റ് ആഫ്രിക്കൻ സൈഡിൽ നിന്ന് സ്ലേവ്സിനെ നമ്മൾ കോങ്കോ എന്ന രാജ്യത്തേക്ക് കേപ്പ് ടവറോ യാത്രയ്ക്ക് പോയപ്പോൾ കോങ്കോയിൽ നമ്മൾ കിഗോമ എന്ന സ്ഥലത്ത് നിങ്ങൾ പറഞ്ഞു ഓർക്കുന്നുണ്ടാവും. അവിടെ നിന്ന് ഇന്ത്യയിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ സ്ലേവ്സിനെ കൊണ്ടുവരാൻ പറ്റി നമ്മൾ കഥ സ്റ്റോറി മുമ്പ് ചെയ്തിരുന്നു. അതേപോലെ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്ന് അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് സൈഡിലേക്ക്
സ്ലേവ്സിനെ ഇംഗ്ലീഷുകാർ കൊണ്ടുണ്ടായിരുന്നു ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ആദ്യം സ്ലേവ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് അടിമക്കച്ചവടം നിർത്തലാക്കി UK, ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്ന് കുറേ പേരെ കൊണ്ടുവന്നിരുന്നു ഈ കരിമ്പിൻ കൃഷി ചെയ്യാനായിട്ട്. നമ്മൾ ബ്രസീലിൽ പോയപ്പോഴൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ജമൈക്കയിൽ ഒരുപാട് ഇന്ത്യക്കാർ വന്നത് ഈ പറഞ്ഞ പോലെ കരിമ്പിൻ കൃഷി ചെയ്യാനാണ്. ഒരു 5-6 തലമുറ അല്ലെങ്കിൽ 5-10 തലമുറ മുമ്പത്തെ കഥ പറയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെയിൻ വരുമാനം ജമൈക്ക എന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെ പിടിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ റമ്മാണ്. ആ റമ്മ് ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ കരിമ്പിൻ കൃഷി എന്നാണ്. കരിമ്പ് കൃഷി എന്ന് പറഞ്ഞാണല്ലോ ഇങ്ങനെ പരന്ന് കിടക്കുക, കിലോമീറ്റേഴ്സിൽ. അപ്പോൾ അതേ കരിമ്പ് കൊണ്ടുപോകുന്ന വണ്ടികൾ വരണം നോക്കിയാൽ ട്രക്കുകൾ വരണുണ്ടോ, പീറ്റർ ബിൽറ്റ് അല്ല കേട്ടോ, അത് വേറെ വണ്ടിയാണ്. അപ്പോൾ ഈ കരിമ്പ് അവിടെ നിന്ന് പറിച്ച ഒരു ചെറിയ ട്രാക്ടറിൽ കൊണ്ടുവരും. ട്രാക്ടറിൽ നിന്ന് ഇങ്ങനത്തെ ജംബ്രോട്ട വണ്ടികൾ കൊണ്ടുപോട്ടാ. ഈ പറഞ്ഞ പോലെ 53 അടി 60 അടിയിലൊക്കെ ട്രക്കാണ് പോണത്. കരിമ്പാണ് കൊണ്ടുപോകണട്ടാ റമ്മുണ്ടാക്കാൻ. ജമൈക്ക റമ്മുണ്ടാക്കാനായിട്ടുള്ള കരിമ്പാണ് പോയിക്കൊണ്ടിരിക്കണട്ടാ. കുത്തി നിറയ്ക്കാൻ പറ്റിയതൊക്കെ അവർ കുത്തി നിറച്ചിട്ടുണ്ടാ. നോക്കിയാൽ പോണ പോക്കണ്ട അടിമുട്ടി ഇതായിക്കൊണ്ടിരിക്കട്ടാ. മാക്സിമം ഹൈറ്റിലേക്ക് അവർ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവർ JCB കൊണ്ടുവന്നിട്ട് ചെറിയ ട്രാക്ടറിൽ നിന്ന് സാധനം കൊണ്ടുവരും. ഈ ഫീൽഡിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഈ വലിയ വണ്ടികൾക്ക് ആക്കണ സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ജമൈക്കയിലെ ജോലി അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്നത് മെയിൻ കരിമ്പാണ്. കരിമ്പല്ലാതെ വേറെ എന്നിട്ടുള്ളത് പച്ചക്കറി എല്ലാ പച്ചക്കറിയും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പച്ചക്കറി എന്തൊക്കെ ഉണ്ട്? പച്ചക്കറി, കാബേജ്, ഉരുളക്കിഴങ്ങ്, അമേരിക്കയിലേക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടുന്ന് എല്ലാ സാധനം പോകും. ഷുഗർ വേറെ, ഷുഗർ കെയിൻ ഫാക്ടറി സാധനം വേറെ അല്ലേ? ജമൈക്കയുടെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള ട്രാവലിസ്റ്റയുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി നിങ്ങൾ സാധ്യമില്ലേ. ഇനി കോസ്റ്റ്യൂമൊന്നും നമ്മളില്ല, ഒരു പ്രത്യേക സന്തോഷം കേട്ടോ. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയ പോലെ തെങ്ങ് കൃഷി ചെയ്ത് അവർ നാളികേരവും കരിക്കൊക്കെ അവിടെ ഒരു സൈഡിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആപ്പിൾട്ടൺ റമ്മാണ് വേൾഡ് ഫേമസ്. ലോകത്തിൻ്റെ മുമ്പിൽ ജമൈക്കനെ ബോബ് മാർലിനും അല്ലെങ്കിൽ എന്താ പറയുക ഹുസൈൻ ബോൾട്ടിനൊക്കെ വിട്ട് വേറെ രീതിയിൽ ഡ്രിങ്ക്സ് ലൈനിൽ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് ജമൈക്കൻ റമ്മിട്ടാ. ലെറ്റ്സ് ഗോ. ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രസകരമല്ല, സംഭവം ഡേഞ്ചറാണ്. നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ്. എന്നാലും മദ്യപിച്ച് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഇവിടുത്തെ പെർമിഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ രീതി കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം. നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ എന്തൊരു അനുഭവത്തിനെ പറ്റി പറഞ്ഞു, അത് നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കാനാണ്. ഞങ്ങൾ കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ രാത്രി പാർട്ടി കഴിഞ്ഞ് ഒച്ചറിയസ് കിങ്സ്റ്റൺ വന്ന വഴിക്ക് നമ്മളിപ്പോ പോണ സ്ഥലത്ത് തിരിച്ചു വരണം. കിങ്സ്റ്റൺ വരെയാണ്. എത്ര മണിക്കൂർ ഓട്ടുണ്ട്? ഇവിടെ 1.5 മണിക്കൂർ. ഹൈവേ 1.5 മണിക്കൂർ. ഹൈവേ വെച്ച് പോലീസ് ഞങ്ങളെ സ്റ്റോപ്പ് ചെയ്തപ്പം ഞാൻ നല്ല ബൂസാണ്, അഹങ്കാരം പറയുന്നതല്ല, ഞാൻ നല്ല ബൂസാണ്, തെറ്റാന്ന് എനിക്കറിയാം. ബൂസ് ഇറങ്ങി പോലീസുകാർ നീ എത്ര പെക്ക് അടിച്ചു? സാർ ഞാൻ 6 പെക്ക് അടിച്ചു. ഓക്കെ, നീ എന്നെ ബ്രാൻഡ് അടിച്ചാൽ ഞാൻ ജാക്ക് ഡാനിയൽ അടിച്ചു. ഉടനെ പോലീസുകാർ എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ഞാൻ പോലീസുകാർ എന്റെ വണ്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. പോലീസുകാർ 2 പെക്ക് കൂട്ടി കൊടുത്തു. പോലീസ് ജീപ്പിന്റെ ബോണ്ടെ ഞങ്ങൾ പോലീസ് ജീപ്പിന്റെ ബോണ്ടെ ഞങ്ങൾ കുപ്പി വെച്ച് അടിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് സെൽഫി എടുത്ത് പിടിക്കും. അപ്പൊ എന്റെ കൂടെയുള്ള പോലീസുകൾ 5-6 സെൽഫി പുള്ളി ചോദിച്ചു, ഇവരെ ഒഴിവാക്കി തരാമെന്ന് ചോദിച്ചു. ഫ്രണ്ട്ലിയാണ് ഇവിടെ, കാരണം ഇവർക്ക് ടൂറിസമാണ് മെയിൻ ഇവിടെ. അപ്പൊ നമ്മൾ ടൂറിസ്റ്റ് ആണെന്നാണ് വിചാരം, നമ്മൾ ഇന്ത്യക്കാരാണ്. അതാണ് അതിന്റെ കാര്യം. ഇത് ശരിക്കും പറഞ്ഞാണല്ലോ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. ഒപ്പം തന്നെ മദ്യപിച്ച് വണ്ടി ഒരിക്കലും ഓടിക്കരുത്. പക്ഷെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ഇവിടുത്തെ ശൈലി ഇതാണെന്ന് നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ലോകത്തുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയും നമ്മളൊരിക്കലും ഇങ്ങനെ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാൻ ലൈസൻസ് കൊടുത്തിട്ട് ടൂറിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പറയില്ല. പക്ഷെ ജമൈക്കയിൽ അങ്ങനത്തെ ഒരു ശീലമുണ്ട്. ഒരിക്കലും മദ്യപിച്ച് നിങ്ങൾ വാഹനം ഓടിക്കരുത്, ഒരിക്കലും അത് അനുകരിക്കരുത് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ ടോൾ റോഡിലേക്ക് കയറാട്ടാ. നമ്മൾ ഗ്രാമങ്ങളോട് കുറച്ച് പോയി, ഇനി കുറച്ച് നമ്മൾ ഇവിടുത്തെ ഹൈവേ കൂടെ പോകും. പിന്നെ നമ്മൾ വീണ്ടും ഗ്രാമത്തിലേക്ക് കിടക്കും. അപ്പോൾ നമുക്ക് നല്ല വിഷ്വൽസ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് കൂടെയാണ് കണ്ടത്. ഇതൊന്നും സംഭവം ടോക്കൺ എടുത്തിട്ട് അവിടെ പേയ്മെന്റ് അവിടെയാണോ? ഇതൊരു കാർഡാണോ? ഇത് ശരിക്കും ATM കാർഡ് പോലത്തെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാർഡാട്ടോ, ടോൾ കാർഡ്. ഇനിയിപ്പോൾ നമ്മൾ ടോള് അവസാനിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പേയ്മെന്റ് അപ്പം അടയ്ക്കണം അല്ലേ? എന്ത് ഉറുപ്പിയാണ് നല്ല ഇവിടുത്തെ ടോളിനൊക്കെ? ഈ വണ്ടിക്ക് ക്ലാസ് 2 വെഹിക്കിളാണ്. ഈ വണ്ടിക്ക് അടച്ചിട്ട് ഒരു 3000 രൂപ അടയ്ക്കണം. ഇന്ത്യൻ മണി 1500 രൂപ. അപ്പൊ നിങ്ങൾ ജമൈക്കയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ വക പരിപാടിയൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാട്ടോ. ഇതൊക്കെ ഞാൻ ജസ്റ്റ് അത് കാരണം കാണിക്കുന്നത്. ആരെങ്കിലും ജമൈക്കയിൽ വന്നൊരു വണ്ടിയൊക്കെ എടുത്ത് ട്രാവൽ ചെയ്യണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളങ്ങനെ ഹൈവേയിൽ കയറിയിട്ടാ നമ്മൾ അങ്ങനെ കാണണം. മല കണ്ട നിങ്ങൾ അങ്ങനെ മല കണ്ട ആ മലയുടെ മേലേക്ക് കൂടി നമ്മൾ പോണത്. കണ്ണഞ്ചാടൻ പറഞ്ഞത് വേറെ ലെവല് വിഷ്വൽസാണ് നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് പറഞ്ഞിട്ടാ. ഇവിടുത്തെ മലനിരകളും സംഭവം ഒരു ഗോവയിലൊക്കെ പോയി ട്രാവൽ ചെയ്യുന്നതിനേക്കാളും ഭംഗി. ഗോവയിൽ നമുക്ക് മലകളുണ്ട്, പക്ഷെ ഇവിടുത്തെ സ്കൈയും എല്ലാം കൂടി വരുമ്പോൾ വേറെ ടച്ച് ഇട്ടാ. എനിമൽ ഹസാഡ് പോത്ത് ചാടാനുള്ള ചാൻസ് ഇട്ടാ. ഈ മല കയറാൻ പോകണം നമ്മൾ.
അപ്പൊ അങ്ങനെ പോലീസ് ചെക്കപ്പ് ഉണ്ടോ വരി ഓടി നമ്മൾ നടന്ന് പിടിക്കാനുള്ള സ്റ്റോറില്ലേ കാശ് കൊടുക്കണ്ടവരല്ലേ 80 മുകളിൽ പോയി അപ്പൊ കടിക്കില്ലേ എത്ര രൂപ പ്രശ്നമൊന്നുമില്ല നമ്മുടെ ഇന്ത്യൻസ് ഒക്കെ നമ്മുടെ 1000 രൂപ കൊടുത്ത് നമുക്ക് പോവാം അത്രേ ഉള്ളൂ നാട്ടിൽ 500 കൊടുത്തു കഴിഞ്ഞാൽ പോവാം വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടികളാണ് നമ്മള് നേരത്തെ പറഞ്ഞ മലയില് ആ മലയുടെ മുകളിൽ നമ്മളെന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂ നമ്മൾ പോലും അറിഞ്ഞില്ലേ വമ്പൻ കയറ്റങ്ങളാ എന്തായാലും കാട് ഒരു ട്രോപ്പിക്കൽ കാട് ഒരു ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ ഒരു മൂട്ടൊക്കെ വരുന്നുണ്ട് എവിടെയോ വിഷ്വലി ശരിക്കും പ്രകൃതി നമ്മളെ കൊതിപ്പിക്കുന്നുണ്ടോ വി ഗോ ദി എക്സ്ട്രാ മൈൽ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ബോബ് മാർലിയുടെ എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ബോബ് മാർലി ജനിച്ച സ്ഥലം ബോബ് മാർലിയുടെ മ്യൂസിയം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അത് അടുത്ത ദിവസങ്ങൾ വരും ബോബ് മാർലി ജനിച്ചത് 9 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തല്ല അത് എവിടെയാണ് നമ്മുടെ അടുത്ത് തന്നെയാണ് 5 കിലോമീറ്റർ അപ്പൊ 9 മൈൽ എന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയിട്ട് അന്ന് ഇൻട്രോ നമ്മള് ബോബ് മാർലിയുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് ഒരിക്കലേ ഭയങ്കര പ്രതീക്ഷ ഉണ്ട് എനിക്ക് ഭയങ്കര രസമാണ് ഈ ബോബ് മാർലിയിലെ കഥ കേൾക്കാനായിട്ട് നമ്മൾ പറയാം കഞ്ചാവ് എന്നൊക്കെ പറയുന്നുണ്ട് ആളല്ലേ വെളു പറയട്ടോ ടോളൊക്കെ അമ്മാരത്തെ ടോൾ തന്നെയല്ലേ ക്ലാസ് 2 വെഹിക്കിളാണ് വണ്ടിയുടെ ലാൻഡ് ക്രൂസർ ഇപ്പൊ കളി മാറി ഈ ചൈനക്കാരല്ലേ പിരിക്കുന്നത് ഫുള്ള് പണിതിട്ടുള്ള ഹൈവേ മൊത്തം ചൈനക്കാരെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ വിചാരിക്കും ചൈനാട്ടാന്ന് പറയൊക്കെ പറയും പക്ഷെ കാര്യമില്ലട്ടാ ചൈനീസ് യുഗം തന്നെ ലോകം അമേരിക്കൻ ചൈനീസ് യുഗമായിരിക്കും വേണമെങ്കിൽ അങ്ങനെയും പറയണം അമേരിക്കനോട് ഒരു കളിയില്ലട്ടോ അത് വേറെ കാര്യം ചേച്ചിയോടെ നോക്കിയാ 2 ചേച്ചിമാരിക്കണോ നമ്മുടെ നാട്ടിൽ ചേച്ചിമാരിക്കണ പറയുന്നുണ്ടോ പൈനാപ്പിൾ എന്ത് രസമാണ് കാണുമ്പോ തന്നെ ഒരു സുഖല്ലേ പക്ക വില്ലേജിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണടാ നല്ല മഴക്കാരായി നമ്മൾ ഇത്ര നേരം ഇവിടെ ഇപ്പൊ മഴയില്ല ഒന്നുമില്ല നല്ല സ്കൈ എന്നൊക്കെ പറഞ്ഞില്ലേ നല്ല മഴക്കാരായി നമ്മുടെ അടിപൊളി വില്ലേജിന്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കണടാ കാരണം അത് ജമൈക്കൻ സ്റ്റൈലിൽ ഉള്ളിൽ കൂടെ ഇവിടെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലല്ലോ അല്ലേ എന്തുട്ടാ അതിനിടയിൽ കിടക്കുന്ന വീടുകൾ കണ്ടോ നിങ്ങള് മില്യനേഴ്സ് ആയിരിക്കും ചിലപ്പോട്ടാ ആനയുടെ പടക്കം വെച്ചിട്ടുണ്ട് ആഫ്രിക്കൻ ആനയുടെ നമ്മളിങ്ങനെ ചെറിയ വില്ലേജുകളും ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് നൈസ് കാറ്റും വെയിലൊക്കെ മാറി ഫുൾ പച്ചപ്പ് ഇവിടെ കൃഷികള് എന്ത് രസമാന്ന് നോക്കിയ വഴികളൊക്കെ ഇങ്ങനെ കുഞ്ഞേ വഴികള് നമ്മുടെ നാട്ടുപ്രദേശത്തൂടെ പോണ പോലെ അല്ലേ നമ്മുടെ നാട്ടുപ്രദേശത്തൂടെ പോണ പോലത്തെ വഴികളും കൃഷികളും മത്തങ്ങയും ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയും നൈസ് മഴ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് റോഡ് അടക്കം നമ്മുടെ നാട്ടിലത്തെ റോഡ് പോലെ കേട്ടോ പാച്ച് ചെയ്യുന്നുണ്ട് കുണ്ടുകുഴിയുണ്ട് എല്ലാ സംഭവങ്ങളും നമ്മുടെ നാട്ടിലത്തെ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഉപമിക്കാം കേട്ടോ അതുമാതിരി നമ്മളെ പട്ടികളുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടല്ലാന്ന് എവിടെയെങ്കിലും പറയും മരങ്ങൾ ഇങ്ങനെ റൗണ്ടായി ഉണ്ടായി നിൽക്കാട്ടോ അത് അടിപൊളിയുണ്ട് ഒരു ഉള്ളി ഗുഹയുടെ ഉള്ളിൽ കൂടെ പോണ പോലെ മരങ്ങളുടെ ഉള്ളിൽ കൂടെ പോകുമ്പോട്ടാ ജമൈക്കയിൽ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കാപ്പി കിട്ടുമെന്ന് അറിയില്ല ഒരു കാപ്പി കട കാണാൻ പോലത്തെ ഒരു സെറ്റപ്പ് കണ്ടേ അപ്പോൾ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ മൊത്തം ചേഞ്ചായി മഞ്ഞും നമ്മളിപ്പോൾ ഊട്ടിയിലെത്തിയ പോലത്തെ കാലാവസ്ഥയായി മലയുടെ മേലേക്ക് എത്തിയ പോലെ ഇവിടുത്തെ കാറ്റാണ് നമ്മളെ പിടിച്ചു നിർത്തണം അല്ലേ ഒരു ആൽക്കഹോളിക്ക് നിങ്ങൾ ഡ്രോൺ ഷോട്ട് കാണുമ്പോൾ അറിയാം ഈ പച്ചപ്പും ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ആമസോൺ റെയിൻ ഫോറസ്റ്റിലും ഡ്രോൺ പറത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ഒന്നുണ്ട് പിന്നെ ഈ കാടിൻ്റെ ഉള്ളിൽ നല്ല പൂവുണ്ടായി നിൽക്കണം മരങ്ങളുടെ മേലെ നല്ല പൂവുണ്ടായി നിൽക്കാം പിന്നെ എന്താ പറയുക ഒരു നേരത്തെ പറഞ്ഞ ഒരു ആൽക്കഹോളിക് വെതറാണ് നമ്മൾ ബോബ് മാർലിയിൽ സാധനം തൊട്ടിട്ട് പറയണതല്ല കേട്ടോ ഇതൊരു ആൽക്കഹോളിക് വെതർ തമാശക്ക് പറയണതാണെങ്കിലും ആ ഒരു കാംനെസ് ഇവിടെ ഒരു പുല്ലായി ഇട്ടിട്ട് കിടന്നുറങ്ങിയാണ്ടല്ലോ ഇവിടെ ഒരു 5 മണിക്കൂർ നമ്മൾ ഇങ്ങനെ കിടന്നുറങ്ങും ഒരു മൂടി കാലാവസ്ഥ കേട്ടോ രസം ഇതിപ്പോൾ ഒരു എന്താ പറയുക ഭയങ്കര റിലാക്സേഷനാണ് നമ്മുടെ നാട്ടിലത്തെ അതായത് ആൽമരല്ലല്ലോ ഇത് ഏതാ സാധനം ഇത് എന്തൊരു എനിക്ക് പേര് എവിടെയോ ഓർമ്മയുണ്ട് നിങ്ങൾക്ക് അറിയുന്ന വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ അത് ഏതാ ഇല കാണുമ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് അറിയും എന്തോ ഒരു പേരുണ്ടല്ലോ ഭയങ്കര കോമൺ ആയിട്ടുള്ള പേരാ മറന്നു പോയിട്ടാ അപ്പോൾ അവർ ആ മരത്തിൻ്റെ മേലെ ഓരോ കൊത്തുപണികളും സംഭവങ്ങളും ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ജമൈക്കൻ ഫ്ലാഗും ഇവിടുത്തെ മെയിൻ ബിയറും നോക്കിയാൽ ബിയർ വൈറ്റ് റമ്മ് മദ്യപാനായത്തിന് ഹാനികരം പക്ഷേ ഏതാ ലെവൽ നോക്കി നിങ്ങൾ ഈ മരം നിൽക്കണ ഒരു അറ്റ്മോസ്ഫിയർ നോക്കുമ്പോൾ അതിനെ നമുക്കറിയാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നേരത്തെ ഡ്രോൺ ഷോട്ടിൽ കണ്ട പോലത്തെ ആ മഞ്ഞ് മൂടിയ താഴ്വരകൾ പച്ചപ്പാൽ അല്ലെങ്കിൽ മലകളാൽ മൂടിയ താഴ്വരകളും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു മൂടി കാലാവസ്ഥ നേരത്തെ പറഞ്ഞ പോലെ ആൽക്കഹോളിക് വെതർ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നതേ നമ്മളിത് പ്ലാസ്റ്റിക് പൂവാന്ന് വിചാരിക്കും നോക്കിയത് കണ്ട നമ്മൾ കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് സെറ്റപ്പാന്ന് വിചാരിക്കും പക്ഷെ അത് ഫ്രഷ് ആയിട്ടുള്ള പൂവിനടാ ഈ പേരൊന്നിട്ടാ പൂവിൻ്റെ ഏട്ടാ
ഇത് പേരെന്താണെന്ന് അറിയില്ല, പക്ഷെ ഇവിടുത്തെ പൂക്കൾക്കും മരങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. അതെ, നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളിൽ അടക്കിയ ഈ ചെടികളും സംഭവങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോഴില്ലേ ചിന്തിക്കാൻ പറ്റുമോ? കട്ടൻ കാപ്പിയും കുറച്ച് മിക്സർ തരുമോ ചേട്ടാ? ഇവിടെ ആരെങ്കിലും തരുമോ? ഏത് മൂഡ്? ജോൺസൺ മാഷ് മൂഡ്. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ വിൽക്കണ ബോബ് മാർലി ടീഷർട്ടും നോക്കിയ ഷോളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലോക്കൽ കച്ചവടങ്ങൾ ഒരിക്കൽ കാര്യങ്ങൾ വരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കട്ടോ. ആരും കാണാനൊന്നുമില്ല. അതുകൊണ്ടാണ് ബോബ് മാർലി ടീഷർട്ട്. ബോബ് മാർലി ഇല്ലാണ്ട് എന്തിട്ട് ജമൈക്ക. ഞങ്ങളവിടെ കാപ്പി ഇടാൻ ചോദിച്ചപ്പോഴേ ഏത് കാപ്പി? റമ്മ് കാപ്പി എന്നൊക്കെ പറഞ്ഞ പോലെ ഏത് മൂഡ്? റമ്മ് മൂഡ്. കാപ്പിയില്ല, റമ്മ് മാത്രമേ ഉള്ളൂ. റമ്മ് മാത്രമല്ലടാ, പകലായാലും രാവിലെ ആയാലും രാത്രി ആയാലും ഇല്ലേ ഏത് ബാറിൽ പോയിട്ട് കാപ്പി വെച്ചാലും ഈ സാധനം കിട്ടണ്ട. നമുക്ക് വേറെ ഉള്ള സ്ഥലങ്ങളൊക്കെ കാപ്പി കിട്ടും. എവിടെയും കിട്ടും. ഇവിടെ ഈ ഒരു പെതർ കണ്ടപ്പോൾ കുറച്ച് നേരം നിർത്തി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ ഇന്നുള്ളൊരു ഏരിയ ഭയങ്കര രസമാണ്, നോക്കിയിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കണം. ആ റോഡ് രണ്ട് സൈഡും കൂരാക്കൂരി ഇട്ടായിരിക്കും, മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കാണ്. നമ്മൾ നേരത്തെ ഡ്രോൺ ഷോട്ടിൽ കണ്ടു, ആ മരങ്ങളുടെ ഇടയിൽ കൂടെ പോണ റോഡാണ്. നമുക്ക് മുകളിൽ നിന്ന് ഡ്രോൺ ഷോട്ടിൽ നമുക്കത് കാണാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞല്ലോ ഇല്ലട്ടോ, ശരിക്കും ഒരു ഫോറസ്റ്റ് കയറി. ആ ഒരു റെയിൻ ഫോറസ്റ്റ് നമ്മൾ ഡ്രോൺ ഷോട്ടിൽ കയറിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കണ്ണചാട്ടൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി പോകണ്ട്, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത്. ഫ്രണ്ട്കള്ളി. ഓക്കെ. അപ്പോൾ നമ്മൾ കിങ്സ്റ്റണിൽ നിന്ന് ഓച്ചോറിയാസ പോകണം. ഓച്ചോറിയാസ് എന്ന് പറഞ്ഞിട്ട് നോർത്തേൺ ഒരു പട്ടണത്തിലേക്ക് പോകണത് ജമൈക്കയുടെ. പോണ വഴിക്ക് നമ്മളത് ശരിക്കും ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോണ പോലെ. നമ്മുടെ നാട്ടിലത്തെ കാഴ്ച ഇനി നമ്മൾ പറയുന്നില്ലേ, നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. നമ്മൾ ക്യാമറ കുറേയൊക്കെ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം വെക്കുന്നുണ്ട്. എന്നാലും ആ ഒരു ശരിക്കും നേരിട്ട് അനുഭവിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം അല്ലെങ്കിൽ പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വേസ്റ്റോ സംഭവങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല പോകുമ്പോൾ. നമ്മളതും എടുത്തു പറയുന്ന സംഭവമാണ്. ഇവിടെ ആൾക്കാർ നമ്മൾ കേരളത്തിൽ നിന്ന് 1/3 ആൾക്കാരാണെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് ആ ഒരു ശീലം, ആഫ്രിക്കക്കാർ അല്ലെങ്കിൽ ഒറിജിനൽ ആഫ്രിക്ക അവിടെ എവിടെയൊക്കെ അതിൽ പറഞ്ഞാലും ഇവർ ഒരു തുള്ളി വേസ്റ്റ് ഒരു സ്ഥലത്തും ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല. അതൊരു വലിയ എടുത്തു പറയാത്ത സംഭവമാണ്. എന്തായാലും ആ റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. വേസ്റ്റ് ഡേസ് പറഞ്ഞപ്പോൾ ചെറിയൊരു ഒരു കവർ അവിടെ കണ്ടു കേട്ടോ. അത് വേറെ എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നില്ലേ? അല്ല, അവർ റോഡിലെ കരിയില വാരി കൂട്ടി വെച്ചേക്കുന്നത്. കരിയില അല്ലേ? ആ റോഡിലത്തെ കരിയില രാവിലെ അടിച്ച് ക്ലീൻ ചെയ്ത് കോരി വെക്കും. ആ ഇവിടെ അല്ലേ? ആ ഞാൻ വിചാരിച്ചു ഈ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ ഈ വേസ്റ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൽ കരിയില അവർ വേസ്റ്റൊക്കെ അവരിങ്ങനെ കോരി വെച്ചിരിക്കുക കേട്ടോ. അങ്ങനെ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ വലിച്ചു വാരി ഒരാളിട്ടാലും അതിന് പരിഹാരമായിട്ട് ഒരു ടീം പറയണ്ട. റൈറ്റ് സൈഡിലുണ്ട അവിടുത്തെ കരിയില ഒക്കെ അവർ വാരി വലിച്ച് അവിടെ പെട്ടിടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വണ്ടി വന്നിട്ട് അത് കൊണ്ടുപോട്ടാ. നമ്മുടെ നാട്ടിലത്തെ കോർപ്പറേഷൻ വണ്ടി വരുന്ന പോലെ വന്ന് അത് കൊണ്ടുപോട്ടാ. അങ്ങനെ ആ റെയിൻ ഫോറസ്റ്റ് കൂടെയുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഹോണടി പരിപാടികളൊക്കെ അത്യാവശ്യം നടക്കുന്നുണ്ടോ അല്ലേ? ആ ചെറിയ മഴത്തുള്ളികളൊക്കെ നമ്മുടെ മേത്തിക്ക് അടിച്ച് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ ആ റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ നമ്മൾ നൈസായിട്ട് ആ ഫോറസ്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാട്ടോ. ഇനി പഴയതുപോലെ ഗ്രാമങ്ങളും സംഭവങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ആവട്ടോ. നൈസ് മഴയായിരുന്നു അതിൻ്റെ ഉള്ളിൽ. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ ഫോറസ്റ്റ് തന്നെയാട്ടാ, തറക്കില്ല. ആ വെള്ളത്തിന് സൗണ്ട് കേൾക്കുമ്പോൾ എന്ത് രസമാണെന്ന് വെച്ചിട്ടാ. അപ്പം നമ്മൾ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വഴിക്ക് കണ്ടൊരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങളത് കാണിക്കാണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആർട്ടിസ്റ്റുമാരും സംഭവങ്ങളൊക്കെ അവരിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകടാ. മാലകൾ നോക്കിയത് വേണ്ട, മാലകൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ് ഇത് കേട്ടോ. നോക്കിയാൽ സിംഹവും ഇവിടുത്തെ രാസ്ത കൾച്ചർ കൂടി മിക്സ് ചെയ്തൊരു സാധനം കണ്ടോ. ഒരുപാട് സാധനങ്ങൾ, ലേഡീസിനുള്ള ഡ്രസ്സുകൾ എല്ലാം ഉണ്ട് കേട്ടോ. ജമൈക്കയുടെ അതൊക്കെ നോക്കിയാൽ നമുക്ക് മേടിച്ചുണ്ടാകുന്നുണ്ട്. ഹിപ്പി കൾച്ചറിൻ്റെ സാധനങ്ങൾ, ഹിപ്പി കൾച്ചറാണ്. ഇവിടുത്തെ രാസ്ത കൾച്ചറിൻ്റെ സ്റ്റാറ്റസ് തിന്നിട്ടാണ്. ഒരു ചിരട്ടേമ്മ പേഴ്സ് വന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ടെന്ന് തോന്നില്ല. ചിരട്ടേമ്മ പേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കട്ടോ. ഇവിടെ ഒരു അപ്പച്ചൻ ഇവിടെ ഫുള്ള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പോഴും. ഉണ്ട് ഒരു ആർട്ടിസ്റ്റിന് ആൾ പടം വരച്ച് അതിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ഹലോ, അതിനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കട്ടോ. ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും ഒരു ആവോലിയുടെ ഷേപ്പാണ് കേട്ടോ. കളർ വിട്ടിട്ടൊരു ഗെയിമില്ല അവിടെ ആർക്കും. എല്ലാം കുറേ സാധനം ആമേനൊക്കെ ഉണ്ടാക്കിയിട്ടില്ല അവർ. ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മഴ ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കട്ടോ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ അകത്തിന് നമ്മൾ നിൽക്കണോ. ഏയ് ഇവിടെ ഭയങ്കര പരിപാടി നടക്കണല്ലോ. ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ച് നോക്കിയാ. ഹായ്, ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ച് നോക്കി.
ജമൈക്കട്ടാ ഇവരുടെ ലോകട്ടാ, ഇവരുടെ ആർട്ടിസ്റ്റുകാരൊക്കെ ഒരു ലോകമാണ്. ഈ പറഞ്ഞ പോലെ ഇത് നോക്കിയത് കണ്ട ബീഡി വലിക്കണം നോക്കിയാ, കഞ്ചാവ് വലിക്കണ കാര്യം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കണവര്. കഞ്ചാവ് വലിക്കണ സാധനം വരെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വലിക്കണതൊക്കെ വെച്ചിരിക്കട്ടാ. ഇവർക്കതൊക്കെ ഒരു ഇഷ്ടമാണെന്നുള്ളു ഇങ്ങനെ കാണിക്കലും. ഒരു കമ്മിറ്റ്മെന്റ് സെക്സ് 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 അല്ലേ? നല്ല ചവിട്ടിയില്ലവൻ, നമ്മൾ ഇടിക്കാൻ വരാന്ന്. നമ്മുടെ ചേട്ടൻ പോയി. ഇത് മറ്റേ ടാക്സി ആണല്ലോ, ലോക്കൽ പറഞ്ഞ ടാക്സി ആണല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് ഉറുപ്പിയുണ്ടാവും അങ്ങോട്ട് എത്താനായിട്ട്? 100 രൂപ. അപ്പം നാട്ടിൽ 50 രൂപ അല്ലേ? ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ നമ്മളെ ഒരു ആൽക്കഹോളിക് മൂഡിൽ പോയിക്കൊണ്ടിരിക്കട്ടോ. നമ്മൾ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പതുക്കെ അടുത്തോണ്ടിരിക്കടാ. ഇതിന് കടലിലേക്ക് എത്ര ദൂരം വന്നു? 2 മിനിറ്റ് ഡ്രൈവോളൂ. അപ്പൊ ഈ മലകളും മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഓ പുള്ളി, ഈ ആകാശം കാണുമ്പോൾ തന്നെ അറിയാടാ ഏകദേശം കടലെടുത്തു എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറെ ആൾക്കാരൊക്കെ അവിടെ പിടിക്കുന്നുണ്ടല്ലോ അല്ലേ? പഠിക്കാറാണ് നമ്മളെ. ഇതിന് നമ്മുടെ സാമ്രാജ്യം കാണുന്നത് പോലെ സ്ക്രാപ്പ് കേട്ടോ. അപ്പോൾ കണ്ണൻ ചേട്ടൻ്റെ അധോലോകവും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഒരു ഇന്നത്തെ എപ്പിസോഡ് തകർത്തു വേറെ റൂട്ട് പിടിച്ച അവസാനം ഒരു മഴയും കൂടെ ആയിപ്പോഴേ. അപ്പോൾ അടുത്തൊരു ഹെവി എപ്പിസോഡ് ഉണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസിന് റീച്ചും അല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ അപ്പായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂട്ടാ. ട്രാവലിസ്റ്റ